الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن جهنم كانت مرصادا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൃദയവിശാലതയ്ക്കുള്ള 6 കാര്യങ്ങളിൽ 5 വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5-മതായി നമ്മൾ പറഞ്ഞത് ദിക്റുല്ലാ എന്നത് ഒരു മത്സ്യത്തിന് ജീവിക്കാൻ വെള്ളം എത്ര ആവശ്യമാണോ അതുപോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് സമാധാനം അടയുവാനും സ്വാന്തനപ്പെടുവാനും ദിക്റുല്ലാ അത്യാവശ്യമാണ് എന്നാണ്. അള്ളാഹുവിലുള്ള ദിക്റ് ഉൾക്കൊണ്ട് വിശ്വാസികളുടെ മനസ്സ് എപ്പോഴും നിറഞ്ഞു നിൽക്കണം. അവന്റെ ഹൃദയം, ഖൽബ്, അവന്റെ നാവ് ദിക്റുകൾ കൊണ്ട് സജീവമാകണം. ആ ദിക്റുകൾ വെറുതെ ചൊല്ലിത്തീർത്തുകൊണ്ട് ഒരു പ്രയോജനവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. മറിച്ച് നാവ് കൊണ്ട് സജീവമാകുമ്പോൾ തന്നെ ഹൃദയമറിഞ്ഞ് ആ ദിക്റുകൾ ചെല്ലാൻ കഴിയണം. അതവന്റെ കർമ്മങ്ങളിൽ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും കഴിയണം. അപ്പോഴാണ് ദിക്റെടുക്കുന്ന ഒരു വ്യക്തി ധന്യനായി തീരുന്നത്. ദിക്റെടുക്കുവാനുള്ള കൽപ്പനകളും അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അള്ളാഹു ധാരാളമായി വിശദീകരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രവാചക ജീവിതം മുഴുവനും ദിക്റുകൾ കൊണ്ട് ധന്യമാക്കിയത് എന്ന് അവിടുത്തെ ജീവിതം പഠിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കാൻ 6-മതായി അവസാനമായി ശ്രദ്ധിക്കേണ്ട വിഷയം പഠിപ്പിച്ചത് ഇതുപോലെ തന്നെ അനായാസം നിർവഹിക്കാൻ കഴിയുന്ന മറ്റൊരു കർമ്മമാണ് ദുആ അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. ഒരിക്കലും അവന് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്.
രാവിലും പകലിലും ഏത് സന്ദർഭത്തിലും നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് പ്രാർത്ഥന. കരയിലും കടലിലും അതുപോലെ തന്നെ ഏത് സന്ദർഭങ്ങളിലും അവന്റെ നാവുകളിലും ഹൃദയങ്ങളിലും ഉയർന്നു വരേണ്ടതാണ് പ്രാർത്ഥന. വായുവിലും നാട്ടിലും യാത്രയിലും ആരോഗ്യാവസ്ഥയിലും രോഗാവസ്ഥയിലും ജനത്തിരക്കിലും വിജനതയിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും എപ്പോഴും ഒരു വിശ്വാസിയുടെ കൂടെ ഉണ്ടാകേണ്ടതാണ് പ്രാർത്ഥന. ഐശ്വര്യമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുകയും വിഷമമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുകയും അത് നീങ്ങിപ്പോകുമ്പോൾ പ്രാർത്ഥനയില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ ഖുർആൻ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസി പ്രാർത്ഥനാനിരതനായിരിക്കണം. അവന്റെ കർമ്മനിരതനായിരിക്കുമ്പോഴും കർമ്മരഹിതനായിരിക്കുമ്പോഴും ഏത് നിമിഷങ്ങളിലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അതിശ്രേഷ്ഠമായ ഒരു പുണ്യപ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ദുആ ചെയ്താൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ദുആ ചെയ്യുമ്പോൾ കേവലമായി സാധാരണഗതിയിൽ ദുആ വെറുതെ ചെയ്തു പോയാൽ പോരാ, മറിച്ച് ദുആക്ക് ധാരാളമായ മര്യാദകൾ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ മര്യാദകൾ മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കണം. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ അറാഫ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ എത്ര മര്യാദകളാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ അറാഫിന്റെ 55-ാമത്തെ വചനം, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹ് നമ്മളോട് പറയുന്നു. താഴ്മയുണ്ടാകണം. അതുപോലെ തന്നെ രഹസ്യമായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. ഇതൊരു പ്രാർത്ഥനയുടെ മര്യാദയാണ്. എന്നിട്ട് സൂറത്തുൽ അറാഫിന്റെ 29-ാമത്തെ വചനം, വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായി അതുപോലെ പ്രകടനപരതയില്ലാതെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വീണ്ടും നോക്കൂ നിങ്ങൾ, സൂറത്തുൽ അറാഫിന്റെ 56-ാമത്തെ വചനം, വദഊഹു ഖൗഫൻ വതമഅ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ പ്രതീക്ഷയോടും ഭയത്തോടും കൂടി, അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഭയവും അവന്റെ മനസ്സിൽ സമ്മിശ്രമായി ഉണ്ടായിരിക്കണം. ആ നിലക്ക് അത് പ്രാർത്ഥനയുടെ മര്യാദയാണ് എന്ന് കാണാൻ കഴിയും. ഇത്തരത്തിൽ ഖുർആൻ പറഞ്ഞ മര്യാദകൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാണ് ആ ദുആ അല്ലാഹു സ്വീകരിക്കുക എന്നതാണ്. ദുആയ്ക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്, ധാരാളം ശ്രേഷ്ഠതകളും ഫലങ്ങളും പ്രമാണങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും. അള്ളാഹുവിൽ നിന്നുള്ള പരിഗണന ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അള്ളാഹുവിന്റെ സഹായം ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നേടാൻ സാധിക്കുന്നത് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന കൊണ്ടാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അതിനെ ചെറുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഖുർആൻ ദുആഇനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഖുൽമാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് നിങ്ങളെ വകവെക്കാനാണ് എന്ന്, എങ്ങനെ പരിഗണിക്കാനാണ് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിഗണന നഷ്ടപ്പെടും. റബ്ബിന്റെ കാരുണ്യം അവൻ നിന്ന് അകന്നു പോകും. അള്ളാഹുവിന്റെ സഹായം അവന്റെ ജീവിതത്തിൽ ഇല്ലാതെയായി തീരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രാർത്ഥന അതെപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. എപ്പോഴും കൈകൾ ഉയർത്തി റബ്ബിനോട് തേടുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇഹപര ജീവിതത്തിലെ ധാരാളം സൗഭാഗ്യങ്ങൾ, സഹായങ്ങൾ കരഗതമാകാൻ ദുആയോളം മഹത്വമുള്ള ഒരു കാര്യം, മറ്റൊരു വഴി നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ സാധ്യമല്ല. അത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ദുആ. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു, നമ്മളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു, നമ്മുടെ മനസ്സുകളിലുള്ള മോഹങ്ങൾ പൂവണിയുന്നു, നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു, അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, നമ്മുടെ അഭ്യർത്ഥനകൾ അല്ലാഹു മാനിക്കപ്പെടുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനുള്ള മാർഗമാണ് ദുആ എന്ന് പറയുന്നത്. എന്താണത് കിട്ടുമെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാനുള്ള കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. ഇത് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾ ഈ ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ലഭിക്കുമെന്ന് ഉറപ്പാണ്. എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കുകയില്ല. അവന്റെ വാഗ്ദാനം സത്യം മാത്രമാണ്, അതും പുലരുക തന്നെ ചെയ്യും എന്ന് വിശ്വാസികൾക്ക് നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം റബ്ബ് പറയുകയാണ്. ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്നാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി.
പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബിഹി, അവൻ ഉത്തരം നൽകുകയും അതുകൊണ്ട് എന്റെ ആഹ്വാനം അവൻ സ്വീകരിക്കുകയും എന്നിൽ അവൻ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും അവന്റെ ആവശ്യങ്ങൾ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ ദുരിതങ്ങൾ, അവന്റെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ, അവന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഞാനത് കൊടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണെന്ന് ഖുർആൻ സുപ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുആ നിമിത്തം നമ്മളുടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ വഴിമാറും. വിഷമതകളും വ്യസനങ്ങളും ദൂരെ നിൽക്കും. മനപ്രയാസങ്ങളും മനോരോഗങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെടാൻ പ്രാർത്ഥന കാരണമാകും. ദുരന്തങ്ങളും ദുരിതങ്ങളും ചെറുക്കപ്പെടാൻ പ്രാർത്ഥന കാരണമാകും. അതിനെന്തു വേണം? നമ്മുടെ മനസ്സിൽ ആശയറ്റവരാകരുത്. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകണം. ഖുർആൻ പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകണം. ഇല്ലേ? അതിന് ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കതിന് മാതൃക പ്രവാചകന്മാരാണ്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണാം. സക്കരിയ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ എനിക്ക് അതിന്റെ പേരിൽ ഒരു ഭാഗ്യം കെട്ടവനായിട്ടില്ല ഞാൻ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാം പറയാൻ. വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അതിന്റെ ഉത്തരം അതെനിക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, വദഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, ഞാൻ എന്റെ റബ്ബിനോട് ദുആയിരക്കും എന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന ആ ഒരു വിശ്വാസം അതോടുകൂടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. എങ്ങനെയാണ് ഉത്തരം? ചിലർ പറയും എത്രയോ പ്രാർത്ഥിച്ചു, ഉത്തരം ലഭിക്കുന്നില്ല എന്നിങ്ങനെ നിരാശയുടെ വാക്കുകൾ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഈ പറയുന്ന മര്യാദകളും ഇസ്ലാമിക നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് അവൻ ദുആ ചെയ്യുന്നതെങ്കിൽ ആ പ്രാർത്ഥന നഷ്ടപ്പെടില്ല എന്നാണ്. അതിന്റെ ഉത്തരം എന്തായാലും കിട്ടും. അള്ളാഹുവിനെ ആദരിക്കാൻ ഒരു വിശ്വാസി കിട്ടുന്ന ഏറ്റവും നല്ല മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൈസ ശൈഉൻ അഖറമു അലല്ലാഹി തആല മിന ദുആ, അള്ളാഹുവിനെ ആദരിക്കാൻ ദുആയോളം മറ്റൊരു കർമ്മമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നില്ലെങ്കിൽ മല്ലം യസ്അലില്ലാഹ ഗളിബല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ കോപം ആ പ്രാർത്ഥിക്കാത്തവന്റെ മേൽ ഉണ്ടാകുമെന്നാണ്. അപ്പം അള്ളാഹു പ്രതീക്ഷിക്കുന്ന റബ്ബിനെ ആദരിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യം, അത് നിർബന്ധമാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റബ്ബിന്റെ കോപം നമ്മുടെ മേൽ ഉണ്ടാകും. എത്രമാത്രം നമുക്ക് വിധിക്കപ്പെട്ട ഒരു വിധി പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, വലാ യറുദ്ദുൽ ഖദറ ഇല്ലാ ദുആ, ദുആ കൊണ്ട് ഖദറുകളെ പോലും മാറ്റാൻ സാധ്യമാണ് എന്നാണ്. നമ്മൾക്കുള്ള ഒരു വിധിയെ പോലും തടുക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന പാഴാകില്ല. നമ്മൾ അള്ളാഹിനോട് ഈ മര്യാദ പാലിച്ച് പ്രാർത്ഥിച്ചാൽ അത് പാഴാകില്ല, അത് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അവന്റെ നമസ്കാര ശേഷമാകട്ടെ, അവന്റെ മനസ്സിലാകട്ടെ, ഏത് സന്ദർഭത്തിലാകട്ടെ, അവൻ ഹൃദയം തൊട്ട് അവന്റെ ഏത് ആവശ്യങ്ങളും അള്ളാഹുവിനോട് തേടിയാൽ, അള്ളാഹുവിനോട് പറഞ്ഞാൽ, ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തെറ്റായ കാര്യത്തിന് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുകയില്ല. റഹീം, കുടുംബബന്ധം മുറിക്കാനോ വിച്ഛേദിക്കാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിലും ഉത്തരം കിട്ടില്ല. മൂന്ന് രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവന് ഉത്തരം അല്ലാതെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പായും ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 4 രൂപമെന്ന് മറ്റ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണത്? ഒന്നെങ്കിൽ അയാൾ തേടിയത് ആ നിമിഷം തന്നെ കിട്ടും. നമ്മുടെ ഒരു പ്രയാസം റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു അന്നേരം തന്നെ നമുക്ക് അതിന്റെ ഉത്തരം നൽകും. ഒന്നെങ്കിൽ അതല്ലെങ്കിലോ, കാരണം റബ്ബിനറിയാം അവൻ അന്നേരം തന്നെ അതിന് ആവശ്യമുണ്ട്, അത് കൊടുത്താൽ അത് അവന്റെ ജീവിതത്തിന് ഹൈറാണെന്ന് റബ്ബിനറിയാം, ആ റബ്ബ് അത് നൽകും. അല്ലെങ്കിലോ അല്ലെങ്കിൽ അതിനെ ആഖിറത്തിലേക്ക് അള്ളാഹു മാറ്റിവെക്കും. അള്ളാഹു ആഖിറത്തിൽ അവനത് നന്മയായി ലഭിക്കും. അത് എത്ര വലിയ കാര്യമാണ് സഹോദരങ്ങളെ. ചില ആളുകൾ പറയും, എനിക്ക് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് നിരാശപ്പെടും. അത് പാടില്ല, അത് ധൃതി കാട്ടലാണ്. അത്തരം ആളുകൾ അത് അന്ന് സ്വീകരിക്കൂല. അതൊന്നെങ്കിൽ പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. അതുമല്ലെങ്കിലോ അതുമല്ലെങ്കിൽ ആ ദുആഇക്ക് തുല്യമായ ഒരു തിന്മ അയാളിൽ നിന്ന് തടയും. അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷണം കടന്നു വരാനുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വരാനുണ്ടാകും, ഒരു അപകടം വരാനുണ്ടാകും, ഒരു പ്രതിസന്ധി കടന്നു വരാനുണ്ടാകും.
അതിനെ അള്ളാഹു അവന്റെ ആ ദുആ കാരണം മാറ്റിവെക്കും, തടയും എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു ഏതെങ്കിലും ഒരു രൂപത്തിൽ നൽകും. അതല്ലെങ്കിലോ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അത് അല്പം വൈകിട്ടായിരിക്കും അള്ളാഹു അവന് ഉത്തരം കൊടുക്കുക. കാരണം അപ്പോഴാണ് അവൻ ഹൈർ. അന്നേരം തന്നെ നൽകിയാൽ ഒരുപക്ഷെ അവന് ദോഷമാണ്. എല്ലാം അറിയുന്ന അലിമുൽ അല്ലാമുൽ ഗുയൂബായ റബ്ബ് തീർച്ചയായും അള്ളാഹുവിനറിയാം എപ്പോഴാണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന്. ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ പറയുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്നാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ സുഹാബി അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കും എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. കാല റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു അതിനേക്കാൾ വർദ്ധിപ്പിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മഹാരഥന്മാരായ പ്രവാചകന്മാർ. ആരാണ് പ്രവാചകന്മാർ? ലോകത്ത് കോടാനുകോടി മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചു. ആ മനുഷ്യരിൽ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാർ. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുള്ളവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ പോലും അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിനോട് ആശിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് പേടിച്ചുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രവാചകന്മാർ അവർ നമ്മോട് താഴ്മ കാണിക്കുന്നവരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഹുവാ ബീവിയും പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന ഖുർആനിൽ കാണാം. നോക്കൂ നിങ്ങൾ, അയ്യൂബ് നബി അലൈഹിസ്സലാം വഅയ്യൂബ ഇദ് നാദാഹു റബ്ബഹു അന്നി മസ്സനി അല്ലാഹു വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിൽ നോക്കൂ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കൊണ്ടു നടന്നവരാണ്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുടെയും ഇടയിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. അവരുടെ ഹൃദയ വിശാലതയ്ക്ക് കൂടി അത് കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചില മര്യാദകളുണ്ട്. അത് പാലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. ഏതാണ് ആ മര്യാദകൾ? പണ്ഡിതന്മാർ ധാരാളം മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. 28ഉം 30ഉം ഒക്കെ മര്യാദകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഒരു മര്യാദ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാകരുത്, തൗഹീദ് ഉള്ളവരാവുക. അതുപോലെ തന്നെ തൗഹീദ് അവനിൽ സാക്ഷാത്കൃതമായി ജീവിക്കുക. ദുആയിരക്കുന്നവൻ അള്ളാഹുവിന്റെ രക്ഷാകർത്തത്തിലും അതുപോലെ ആരാധനയിലും റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അതുപോലെ അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അസ്മാഉ വസിഫാത്തിലുമൊക്കെ അള്ളാഹുവിനെ വഹദാനിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുവഹിദായി മാറി അവൻ പ്രാർത്ഥിക്കുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു മര്യാദ. അതുപോലെ തന്നെ ദുആ ഇഖ്ലാസോട് കൂടി ആവുക, ആത്മാർത്ഥമായിട്ടാവുക. കേവലം വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നതല്ല, മറിച്ച് ആരെങ്കിലും കേൾക്കാനോ കാണാനോ വേണ്ടി പ്രാസമിപ്പിച്ച് ഭംഗിയൊപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. മനസ്സിൽ തൊട്ടുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തേടുന്ന പ്രാർത്ഥനകളായി മാറുക എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ അനുസരിച്ചായിരിക്കുക. അള്ളാഹുവിനെ വാഴ്ത്തിയും പുകഴ്ത്തിയും ഹംദും സ്തുതിയും ഒക്കെ നിർവഹിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥനകൾ ആരംഭിക്കുക. ഇത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. ഇതൊക്കെ ഇങ്ങനെ നിർവഹിച്ചാലാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. അതുപോലെ തന്നെ ദുആ അവസാനിക്കുമ്പോഴും ആ നിലക്ക് അള്ളാഹുവിനെ സ്തുതിച്ചും വാഴ്ത്തിയും കൊണ്ട് ഹംദ് ചൊല്ലി അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരവൊന്നും കിട്ടൂല എന്ന നിരാശയല്ല, റബ്ബ് എനിക്ക് ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോട് ദുആ ചെയ്യുക. അതുകൊണ്ട് ദുആയിലെക്കുമ്പോൾ അലട്ടി അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കാൻ ശ്രമിക്കുക. ഉത്തരം കിട്ടുന്നില്ല എന്ന ധൃതി അത് കാണിക്കാതിരിക്കുക. അത്തരം ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ 3 തവണ ചോദിക്കുന്നത് നല്ലതാണ്. സ്വർഗത്തെ 3 തവണ ചോദിക്കൂ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുമെന്നാണ്. നരകത്തിൽ നിന്നുള്ള മോചനം 3 തവണ ചോദിക്കൂ, ആ നരകം നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പറയുമെന്നാണ്.
അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ 3 തവണ തുടർച്ചയായി ചോദിക്കുന്ന ഒരു രീതിയെ നമ്മൾ അവലംബിക്കുക. അതുപോലെ തന്നെ ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുക, അലസമാകാതിരിക്കുക, അശ്രദ്ധമാകാതിരിക്കുക, ഓഫനത്തിലായി പ്രാർത്ഥിക്കാതിരിക്കുക. അത്തരം പ്രാർത്ഥനകൾ വൃഥാവിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ മറ്റൊരു മര്യാദ, ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ഒരുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ആളുകൾ എന്ത് ചെയ്യും, പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് വരും, പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. എന്നാൽ അവൻ ഐശ്വര്യവും സമ്പത്തും അതുപോലെ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവൻ ആ പ്രാർത്ഥന മറക്കും, പിന്നീട് പ്രാർത്ഥിക്കാതിരിക്കും. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു മര്യാദ, കുടുംബങ്ങൾക്കെതിരെ, മക്കൾക്കെതിരെയുള്ള, സമ്പത്തിനെതിരെയൊക്കെയുള്ള ദുആ ചെയ്യാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കുറ്റകരമായ കാര്യത്തിനോ കുടുംബ വിച്ഛേദത്തിനോ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. അതൊക്കെ ചെയ്യുന്നവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. മറ്റൊരു കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ഇരിക്കുമ്പോൾ സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തുടങ്ങാൻ ആരംഭിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആദ്യം അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അതുപോലെ പിന്നീട് മാതാപിതാക്കൾക്ക് റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന, മാതാപിതാക്കൾക്ക് റബ്ബി യർഹംകുമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന. അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ലോകത്തുള്ള വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു ഓർഡർ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ആദ്യം നമുക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അതിനുശേഷം ലോകത്തുള്ള വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി. ഈ ഒരു ഓർഡറിൽ നമ്മുടെ പ്രാർത്ഥനയെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ശബ്ദം താഴ്ത്തി ദുആ ചെയ്യുക എന്നത് അതിന്റെ ഒരു മര്യാദയാണ്. എല്ലാവരെയും കേൾപ്പിച്ച് ബഹളം വെച്ചുകൊണ്ട് വലിയ മൈക്കിൽ ശബ്ദം ഉയർത്തിയുള്ള പ്രാർത്ഥനയല്ല, ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ദുആ എന്ന് പറയുന്നത്. അതുപോലെ ദുആയിൽ കൃത്രിമമായ പ്രാസമൊപ്പിക്കുവാൻ വേണ്ടി ഉള്ള രൂപങ്ങൾ സംഘടിപ്പിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിനോട് ഹൃദയത്തിൽ നിന്നുള്ള തേട്ടമാണ് പ്രാർത്ഥന. അത്തരം പ്രാസങ്ങൾ ഒഴിവാക്കുക. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും, ഇസ്മുകളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹറാമെല്ലാം ജീവിതത്തിൽ ചെയ്യുക. ഏതെങ്കിലും ഒരു ആവശ്യം അള്ളാഹിനോട് ദുആ ചെയ്യുക. ഒരു സൈഡിലൂടെ ജീവിതം ഹറാമിന്റെ മേഖലയിൽ സഞ്ചരിക്കുക. അത്തരം ആളുകളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ്. അതുപോലെ തെറ്റുകൾ ഏറ്റുപറയുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യുക. മറ്റൊരു മര്യാദ പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതോടൊപ്പം അത് അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. റബ്ബ് ചെയ്തു തന്ന ഓരോ നിഅമത്തുകളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറയുന്നില്ലേ, അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ ഇതാ സമ്പാദിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ നമ്മൾ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും റബ്ബേ നീ തന്നതാണിത്, ഇത് ഞാൻ ആസ്വദിക്കുന്നത് നിന്റെ അനുഗ്രഹമാണ്, നിന്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമാണ്. വിനയം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം, ഭക്തി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം, ആഗ്രഹവും ഭയവും സമ്മിശ്രമായി നമ്മുടെ ഹൃദയത്തിൽ ആ ദുആ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞുകൊണ്ടുള്ള ദുആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു രീതിയായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്യരിൽ നിന്ന് അന്യായമായി എന്തെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഹറാമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം, പാനീയം, വസ്ത്രം, വാഹനം എല്ലാം ഹലാലാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജോലിയും നമ്മുടെ സമ്പാദ്യവും ഹലാലായ മാർഗത്തിലാക്കുക. എങ്കിൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ദുആയിലെത്തുന്ന വേളയിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ദുആയിലെക്കുമ്പോൾ കൈ ഉയർത്തി, ഫർദ് നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ പ്രവാചക മാതൃകയില്ല. അപ്പോൾ നമ്മൾ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാത്ത സന്ദർഭങ്ങളിൽ, നമ്മൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, മറ്റു സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കിട്ടാൻ കാരണമാണ്. അതുപോലെ തന്നെ ദുആകളിൽ അതിരുകവിയുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. സാധ്യമെങ്കിൽ വുളൂ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ അത്യുത്തമമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന, അതുപോലെ അള്ളാഹുവിന്റെ അത്യുത്തമമായ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്ത്, അത് സിഫാത്തുല്ലാഹ്. അതുപോലെ സ്വന്തം കർമ്മങ്ങൾ, നമ്മൾ മുൻ ചെയ്ത നല്ല കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വസീലയാക്കി പ്രാർത്ഥിക്കുക. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ ജീവിച്ചിരിക്കുന്ന സ്വാലിഹായ നല്ല ആളുകളുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. ഇതൊക്കെ പ്രാർത്ഥനയുടെ രീതികളെ കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഹൃദയ വിശാലതയ്ക്ക് ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി
അള്ളാഹുവേ എനിക്ക് എന്റെ ഹൃദയവിശാലത നൽകണമേ, എന്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്ന പ്രാർത്ഥന സൂറത്തു താഹയിൽ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനമാണ്. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എത്രയോ ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനപ്രയാസം ഉണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ അത്തരം ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, ദുഃഖത്തിൽ നിന്നും അതുപോലെ തന്നെ ഉത്കണ്ഠകളിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന പ്രാർത്ഥനകൾ അതുപോലെ ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭൗതികമായ എല്ലാ വഴികളും അടയുമ്പോൾ, നമ്മുടെ മനസ്സിൽ ആരും നമ്മളെ സഹായിക്കാനില്ലാത്തപ്പോൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മന്ത്രിക്കണം. പ്രാർത്ഥന ഒരു മന്ത്രമല്ല, അതൊരു ബന്ധമാണ്. അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ഹൃദയം അടിക്കുന്ന ബന്ധമാണ്. അത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് വരേണ്ട ഒരു ഒഴുക്കാണ്. അതെപ്പോഴും ഉണ്ടാകണം, അത് ഏത് നിമിഷത്തിലും ഉണ്ടാകണം, ഏത് സന്ദർഭത്തിലും. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ പോകാൻ പെട്ടെന്ന് നമ്മൾ റെയിൽവേ ക്രോസിലെത്തി, അവിടെ അടച്ചിട്ടിരിക്കുകയാണ് കുറച്ച് സമയം, അപ്പോഴും നമ്മൾ അള്ളാഹുവോട് പറയണം, അള്ളാഹുവെ പെട്ടെന്ന് ട്രെയിൻ വരാനും പെട്ടെന്ന് പോകാനും എളുപ്പമാക്കി തരണേ. അങ്ങനെ ഏത് കാര്യങ്ങളും, നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ, അതുപോലെ ഏത് കാര്യം ആവശ്യങ്ങൾ ഉണ്ടായാലും, ഏത് കാര്യം ഉണ്ടായാലും എനിക്ക് ആദ്യം പറയേണ്ടത് എന്റെ റബ്ബിനോടാണ്. ഈ ഒരു വിശ്വാസവും ഈ ഒരു പ്രാർത്ഥനാ മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ വാക്ക് ആര് കേട്ടിട്ടില്ലെങ്കിലും, നമ്മളോട് ആര് സംസാരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ചോദിക്കാൻ എന്റെ റബ്ബുണ്ട്. എന്റെ ദുആ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് തീർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഹൃദയത്തിന്റെ തുറന്ന ഒഴുക്കാണ്. എന്റെ ഹൃദയം അറിയുന്നത് റബ്ബാണ്, അവൻ എനിക്ക് ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ആ പ്രാർത്ഥനയുടെ ശക്തി എന്നത് നമ്മൾ ഉദ്ധരിക്കുന്ന വാക്കുകളിലല്ല, മറിച്ച് നമ്മൾ അള്ളാഹു നൽകുമെന്ന വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്ത് സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകളെ അലട്ടുന്നതും ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നതുമായ, കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന ധാരാളം വാർത്താ വിവരങ്ങളാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളിലും നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പശ്ചിമേഷ്യയിലെ പ്രവിശ്യകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും അതിന്റെ കെടുതികളും, അത് തീർത്ത അരക്ഷിതാവസ്ഥ നമ്മളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാടോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണോ ഒന്നുമല്ല ഇത്തരം യുദ്ധങ്ങൾ നടന്നതെങ്കിലും അതിന്റെ പ്രതിസന്ധികൾ, പ്രത്യാഘാതങ്ങൾ, കാതങ്ങൾക്കിപ്പുറത്ത് നമ്മുടെ മണ്ണിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അടുക്കളയിൽ വരെ ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധങ്ങൾ നാം ആരും ആലോചിക്കാത്ത വിധത്തിൽ പ്രതിസന്ധി നമ്മെയും അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സന്ദർഭത്തിലാണ്. ഒരു ചായ പോലും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക പലരുടെയും സംസാരത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ജോർദാനും ലബനാനും സിറിയയും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന ഷാം എന്ന് പറയുന്ന പ്രവിശ്യ, അവിടെ ഉണ്ടാകുന്ന ഏതേത് പ്രതിസന്ധികളും ലോകത്തെ മൊത്തം ബാധിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം മഹാനായ സഹീഹ് തിർമിദിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഫസദ അഹ്ലു ശാമി ഫലാ ഖൈറ ഫീക്കും, ഷാം പ്രദേശം കുഴപ്പത്തിലായാൽ പിന്നെ നിങ്ങൾക്കും ഒരു ഖൈറും ഉണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഹദീസ് കൊടുക്കുമ്പോൾ അതിന്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അഖ്ബാരി അലാ അന്നൽ ഫസാദ ഇദാ ഗമ്മ ഫി ശാമി വഅമ്മു ദാലിക ഫി സാഇരിൽ മുദിൻ. ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസ് കൊടുക്കുന്ന ഒരു ശീർഷകം ഇങ്ങനെയാണ്: ഷാം എന്ന് പറയുന്ന സിറിയയും പരിസര പ്രദേശങ്ങളുമൊക്കെ നാശം പടർന്നാൽ അത് മറ്റെല്ലാ നഗരങ്ങളിലേക്കും അത് വ്യാപിക്കുന്ന വ്യക്തമാക്കുന്ന വിവരമാണ് ഈ ഹദീസിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇത്തരം പ്രവിശ്യകളിലെ സ്വസ്ഥതയും സമാധാനത്തിനും നമ്മുടെ തേട്ടവും പ്രാർത്ഥനയും എപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിർഭയമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരറിയുന്നില്ല, പ്രതിസന്ധികളൊന്നും വരുമെന്ന് പ്രതീക്ഷിക്കാതെ ദുനിയാവിന്റെ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് പരീക്ഷണങ്ങൾ അവരിലേക്ക് പെയ്തിറങ്ങുന്ന സാഹചര്യത്തെ പരിശുദ്ധ ഖുർആൻ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. വളറബല്ലാഹു മതലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന, വളരെ സമാധാനത്തെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അല്ലേ, അവിടേക്ക് പെട്ടെന്നാണ് മിൻ കുല്ലി മഖാനിൻ,
പെട്ടെന്ന് അവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം അവിടേക്ക് ഇറങ്ങുകയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം? അനുഭവമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു, അത് അവർ ഓർക്കുന്നില്ല, അവർ മറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അല്ലെ, ഭക്ഷണക്ഷാമം കൊണ്ടും അതുപോലെ തന്നെ ഭയം കൊണ്ടും അവർ പ്രവർത്തിച്ചത് കാരണം അവരെ അള്ളാഹു ആ നിലക്ക് ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ നിലക്ക് പരീക്ഷിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭക്ഷണക്ഷാമവും ഒക്കെ വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഈ സമയത്ത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നന്ദി കാണിക്കാൻ കഴിയണം. റബ്ബിന്റെ നിഅ്മത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഒരു പ്രതിസന്ധി വരുമ്പോ അത് ഒരു വിഭാഗത്തെ പ്രത്യേകം മാത്രമായിട്ട് അല്ല, അതില്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ മാത്രമായിട്ടല്ല പിടികൂടുക, എല്ലാവരെയും പിടികൂടും എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റു വാർത്തകൾ നമ്മൾ നോക്കൂ. നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെ, ഒന്നിനു പുറകെ ഒന്നായി എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മരിച്ചു പോകും വിധം അനേകം മരണ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ. അല്ലെ, എല്ലാ സമൂഹത്തിനും ഒരു അവധിയുണ്ട്. നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം എല്ലാവർക്കും ഒരു അവധിയുണ്ട്. നമുക്കൊരു മരണ ദിവസമുണ്ട്, നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു നിമിഷം എത്തിയാൽ, ആ നിമിഷം എത്തിയാൽ പിന്നെ പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യില്ല. അവിടെ നമ്മൾ മരിക്കും. പിന്നെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത്തരം ഒരു നിമിഷം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതല്ലേ നമ്മൾ കാണുന്നത്? ടൂറിന് പോകുന്ന അധ്യാപകരുടെ, അവരറിഞ്ഞോ ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന്? ഞങ്ങളുടെ അവസാനത്തെ യാത്രയാണെന്ന് അവരറിഞ്ഞിട്ടാണോ ആ ട്രാവലറിൽ അവർ യാത്ര ചെയ്യുന്നത്? ഇല്ലേ, അവർ കൊക്കയിലേക്ക് മറിഞ്ഞു മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടില്ലേ? അതുപോലെ തന്നെ പഠനത്തിന്റെ ഭാഗമായി പേപ്പർ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ വാർത്ത നമ്മൾ കേട്ടില്ലേ? അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ ചെറുപ്പക്കാർ ഒരു മനുഷ്യനെ തല്ലി ചവിട്ടിക്കൊന്ന ആ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണുന്നില്ലേ? എന്തിനേറെപ്പൊന്നുമില്ലേ, പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊഴിലാളികൾ ചിന്നിച്ചിതറിയ ശരീരങ്ങൾ ഈ അടുത്ത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. മരണം ഇങ്ങനെയാണ്. എപ്പോഴാണ്, ഏത് രൂപത്തിലാണെന്ന് ആർക്കും അറിയില്ല. ഏത് സമയത്തും നമ്മളെ പിടികൂടും. ഈ ഒരു ഓർമ്മ നമ്മളെ മറന്നുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഇല്ല, ഇതൊക്കെ മറന്ന് കുത്തുവ എത്ര കേട്ടാലും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളഞ്ഞ് വീണ്ടും ദുനിയാവിന്റെ വളവളപ്പുകളിൽ ജീവിച്ച് നമ്മൾ പോവുകയാണ്. സഹോദരങ്ങളെ, ഒരു നിമിഷം അതെപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. മരണം നമ്മുടെ മുന്നിലേക്ക് വരും. ആ നിമിഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതമായി, മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുന്ന ആ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, പല നിലക്കുള്ള പ്രതിസന്ധികൾ വരുന്നു, ചൂട് കൂടുകയാണ്. അല്ലെ, ഈ ശീതീകരിച്ച റൂമിലിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്, അങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. പക്ഷേ നരകത്തിന്റെ ചൂടിനെ പ്രതിരോധിക്കാൻ അതിനൊരു മാർഗവുമില്ല. ഇവിടെ എ സിയും ഫാനും ഒക്കെ ഉണ്ട്, ശക്തമായ ഉഷ്ണമാണ് പുറത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഇല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ അതൊക്കെ അത്തരം സാഹചര്യങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഇല്ലേ, ചൂടൊന്നും നന്മയുടെ കാര്യത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കരുത്, നരകത്തിന്റെ ചൂട് അതിനേക്കാൾ കാഠിന്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്. എന്റെ കരളിന്റെ കഷ്ടമാണ് എന്റെ ഫാത്തിമ എന്നാണ്. ആ എന്റെ മകളാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന പ്രവാചകനാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഫാത്തിമത്തു മിൻതു മുഹമ്മദ് സലീനി മിൻ മാലിൻ മാ ശിഅതി. നിനക്ക് പണം വേണമെങ്കിൽ നീ ചോദിക്ക്, ഞാനുണ്ട് സമ്പാദിച്ച് നിനക്ക് തരാം. നീ ഇഷ്ടപ്പെടുന്ന പണം വേണമെങ്കിൽ ഈ ദുനിയാവിൽ എനിക്ക് സമ്പാദിച്ചു തരാൻ സാധിക്കും. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ ലാ തൻസുഹാ ശഫാഅതി വലാ യുൻസറൂൻ. ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ഒരു പരലോകത്തേക്ക് പോകുമ്പോൾ അവിടെ നരകത്തിൽ നിന്റെ ശരീരത്തെ നീ തന്നെ കാക്കണം. ഒരു പ്രവാചകന്റെ മകളായത് കൊണ്ട് രക്ഷപ്പെടില്ല പരലോകത്ത്. നീ നിന്റെ ശരീരത്തെ നീ തന്നെ കാക്കണമെന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. സഹോദരങ്ങളെ, നമ്മൾ അതുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ദീൻ പഠിക്കുന്ന സാഹചര്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ദീനി സദസ്സുകൾ, ഖുർആൻ ക്ലാസുകൾ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ അവഗണിച്ചു പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. നമ്മളിപ്പോൾ ദുൽഖഅദ് മാസത്തിലാണ്. ദുൽഖഅദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഖഅദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രധാനമായും ഈ മാസത്തിൽ ഓർക്കേണ്ട 2 കാര്യങ്ങൾ പ്രമാണങ്ങളിൽ ഉണ്ട്. ഏതാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്,
ദുൽഖഅദ് മാസം എന്ന് പറയുന്നത് ചരിത്രപരമായി ഉംറയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രത്യേകതയുള്ള മാസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച എല്ലാ ഉംറയും ദുൽഖഅദിലായിരുന്നു എന്നത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഷയം, സഹോദരങ്ങളെ, വലിയൊരുനാൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉളുഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ച് എല്ലാവരും ഓർക്കുക. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അതൊരു നിസ്സാരമാണ്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ പെരുന്നാളിന്റെ ഡ്രസ്സും അല്ലെങ്കിൽ പെരുന്നാളിന്റെ ടൂറും അതുപോലെ അന്നത്തെ ഭക്ഷണവും മാത്രമല്ല നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരു സമ്പാദ്യം മാറ്റിവെക്കാൻ ഇപ്പോൾ തന്നെ ശ്രമിച്ചാൽ നടക്കും. അതൊരു മുവക്കദായ സുന്നത്താണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് നന്മകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ആത്മാർത്ഥമായി സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു അത് അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം, റമദാൻ ക്വിസിന്റെ ഉത്തരക്കടലാസ് നിക്ഷേപിക്കേണ്ട പെട്ടി ഇന്ന് വെക്കുന്നതാണ്. അതിന്റെ സ്വീകരിക്കുന്ന അവസാന ദിവസം ഏപ്രിൽ 30 എല്ലാവരും അതിന്റെ ഉത്തരക്കടലാസ് അതിലേക്ക് നിക്ഷേപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വേണ്ടി ഖുർആൻ അഡ്മിഷൻ ഫോം ഫീസും ഇനിയും നൽകാത്തവർ തിരിച്ചു നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന എല്ലാ അമലുസ്വാലിഹാത്തുകളും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ അള്ളാഹു അവർക്കും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. കുടുംബപരമായി വ്യക്തിപരമായി ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ ആ പ്രയാസങ്ങൾ ദൂരീകരിച്ച് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹു അവർക്ക് നിർഭയത്വവും വിശപ്പിനുള്ള ഭക്ഷണവും അമ്നിനെയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.